അജയ് തറയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം നമുക്കൊപ്പമുണ്ട്. ശ്രീ അജയ് തറയിൽ, നമുക്ക് മേൽശാന്തി ഈ വാർത്ത താങ്കളുടെ ശ്രദ്ധയിലേക്ക് വന്നു എന്ന് കരുതുന്നു. മേൽശാന്തി നിയമനത്തിൽ ചില സംശയകരമായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതാണ് ഞങ്ങളുടെ വാർത്ത. അതിൻ്റെ തെളിവുകളടക്കമാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു മേൽശാന്തി നിയമനത്തിന് ഒരു വ്യക്തിയുടെ അപേക്ഷ, അതിനുശേഷം അദ്ദേഹത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണം, അതിനുശേഷം ഇൻ്റർവ്യൂ ബോർഡ്, അതിനുശേഷം നറുക്കെടുപ്പ്. ഇങ്ങനെ 3 ഘട്ടങ്ങൾ നമുക്ക് പറയാം. ഇതിൽ ആദ്യഘട്ടത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ചില കാര്യങ്ങൾ നടന്നു എന്നതാണ്. ഞങ്ങൾ പിന്നീടുള്ള 2 ഘട്ടങ്ങളെയും ഇപ്പോൾ സംശയമുന്നിൽ നിർത്തുന്നില്ല. ഒന്ന്, ഇൻ്റർവ്യൂവും നറുക്കെടുപ്പ് വിഷയങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത, അല്ലെങ്കിൽ എലിജിബിലിറ്റി ഇല്ലാത്ത ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഇൻ്റർവ്യൂ ബോർഡിലേക്ക് എത്തി എന്നതാണ് ഞങ്ങളുടെ കണ്ടെത്തലിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം. യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മുൻകാലങ്ങളിൽ താങ്കളുടെ അനുഭവത്തിലടക്കം ഇത്തരം സമ്മർദ്ദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് നമ്മൾക്ക് കിട്ടുന്ന അപേക്ഷകരെ ദേവസ്വം വിജിലൻസ് എൻക്വയറി നടത്തി മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള ആളുകളെ മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ദേവസ്വം വിജിലൻസും ഈ ബോർഡിന് പറയുന്ന കേട്ട് നടക്കുന്ന ആളുകളാകുമ്പോൾ ചിലപ്പോൾ ആ തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റകത്ത് പോലും മാനദണ്ഡങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടുള്ള കുറെ മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ മുഴുവൻ പറയുന്നില്ല, ആ മാനദണ്ഡങ്ങൾ മാറ്റിമറിച്ചുള്ള തീരുമാനം ഉണ്ടാക്കാനായിട്ട് നിലവിലുള്ള ബോർഡിന് വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അത് അഴിമതി നടത്താൻ, അല്ലെങ്കിൽ ഇതിനകത്ത് സ്വജനപക്ഷപാതം നടത്താൻ താല്പര്യമുള്ള ഒരു ബോർഡിനെ സംബന്ധിച്ച് ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം മാറ്റിക്കുറിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഇന്റർവ്യൂവിലും അവർക്ക് ചെയ്യാം. ഇന്റർവ്യൂവില് അവർ ഉത്തരം പറയുന്നതും കാര്യങ്ങളെയും കുറിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവരിയ്ക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള മാർക്ക് ഇടാം. അപ്പൊ ഇന്റർവ്യൂവിലും ആ 3 പേര് കൂടിയിരുന്നുകൊണ്ട്, പിന്നെ തന്ത്രിയാണ് അവർക്ക് അല്ല, അപ്പോ മൊത്തം മാർക്കിന്റെ ഒരു പെർസെന്റേജ് ആണ് എടുക്കുന്നത്, അതിന്റെ ശരാശരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിലും മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോ ഈ 2 സ്ഥലത്തും മാനിപ്പുലേറ്റ് ചെയ്ത് അതിനുശേഷമാണ് നറുക്കെടുപ്പ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞ 2 സ്ഥലത്ത് ചെയ്യാൻ ഞാൻ ഓർത്തു പോകുന്നു. വളരെ രാഷ്ട്രീയപരമായി തന്നെ ബലമാറിൽ നിന്നുള്ള പല മേൽശാന്തിമാരും വന്നുപെട്ടത് ഗവൺമെന്റിന്റെ സ്വാധീനത്തിന്റെ പേരിൽ മാത്രമാണ്. ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഈ പറഞ്ഞ 3-4 ബോർഡിനെ വളരെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് മേൽശാന്തി നിയമനത്തിൽ പോലും ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്. ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ, ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഇതല്ലല്ലോ, മറ്റേ ORM ടെസ്റ്റ് എക്സാമിനേഷൻ ഒന്നും അല്ലല്ലോ. ചോദിക്കുക, മറുപടി പറയുക, എനിക്ക് യുക്തമായ മാർക്ക് ഇടുക. അപ്പോൾ ഞാൻ ആ 20 മാർക്കിനകത്ത് ഞാൻ ഇഷ്ടമുള്ള ആൾക്ക് 19 മാർക്ക് ഇടും. അങ്ങനെ നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് 19, 18 മാർക്ക് കിട്ടും. ബാക്കിയുള്ളവർക്ക് 8, 9 മാർക്ക് ഇട്ട് വെച്ചാൽ ഈ 3 ബോർഡ് അംഗങ്ങളും കൂടി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മാനിപ്പുലേഷനാണ്. ഇത് കഴിഞ്ഞ കുറെ കാലമായി നിരീശ്വരവാദികൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് കൊണ്ട്, ശബരിമല ഭരിക്കുന്നത് കൊണ്ട്, അതും അവർ മറ്റ് സ്വകാര്യ സ്ഥലങ്ങളിൽ ഈ പിൻവാതിൽ നിയമനം നടത്തിയ പോലെ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ പോലെ തന്നെ ഈ ദേവസ്വം ബോർഡിനെയും ശബരിമലയും രാഷ്ട്രീയവൽക്കരിച്ചു എന്ന ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. 10 വർഷം കഴിഞ്ഞ് 2017 ഞങ്ങളുടെ ബോർഡ് ഇറങ്ങിയതിനു ശേഷം 1 ഇഞ്ച് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, എന്നും കളങ്കവും, എന്നും ബഹളവും, എന്നും അയ്യപ്പന്റെ സന്നിധിയിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടുള്ള ബോർഡുകളാണ് വന്നിട്ടുള്ളത് എന്ന കാര്യം തർക്കമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് പോലും, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ജയകുമാർ എന്ന് പറയുന്ന വലിയ സാത്വികനായിട്ട് ഇരിക്കല്ലേ, അദ്ദേഹം കള്ളക്കണക്കല്ലേ കൊടുത്തത്? അദ്ദേഹം ദേവസ്വം ബോർഡിൽ നടത്തിയ പമ്പാ സംഗമത്തിന്റെ കണക്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും കള്ളക്കണക്ക് കൊടുത്തിരിക്കുന്നു. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹം വലിയ മാന്യനാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് സ്വാധീനം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട്, മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്ന നിങ്ങളുടെ വാദഗതിയിൽ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. ശരി, ഒരു കാര്യം കൂടി. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഭാഗ്യപരീക്ഷണമാണ്. നറുക്കിൽ വീഴണം, എന്നാലേ മേൽശാന്തി ആവാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനും ഇൻ്റർവ്യൂ ബോർഡിലേക്ക് എത്താനും പോലും വലിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ നടന്നു എന്ന് തന്നെയാണോ നിങ്ങൾ സംശയിക്കുന്നത്? അങ്ങനെ അതുകൊണ്ട് അവർക്ക് എന്താണ് പ്രയോജനം ഉണ്ട്?
ഇതെങ്ങനെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ താങ്കളുടെ UDF ഭരിക്കുന്ന കാലത്തും താങ്കൾ ഭരണസമിതി ആയിരുന്നപ്പോഴും ഒക്കെ ഇങ്ങനെ നിങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത്തരം സമ്മർദ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് മേലിൽ ഉണ്ടാവാറുണ്ടോ? കാരണം ഇതിൽ വലിയ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. കാരണം സമ്മർദ്ദം ഉണ്ടാകാത്തതിന് കാരണം സമ്മർദ്ദം ചെയ്താൽ നടക്കില്ല എന്ന് പറയുന്ന പ്രസിഡന്റും മെമ്പറുമായിരുന്നു ഞാനും ശ്രീ പരിയാർ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് ഞങ്ങളോട് ഒരു ശുപാർശയും എന്തിനേറെ പറയുന്നു, ദേവസ്വം ബോർഡ് കോളേജുകളിലെ അഡ്മിഷന്റെ കാര്യത്തിൽ പോലും ഒരു സമ്മർദ്ദം ചെലുത്താൻ നമ്മുടെ നേതാക്കന്മാർക്കോ ഗവൺമെന്റിനോ കഴിഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഒരു സമ്മർദ്ദവും ഒന്ന് തുടരുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.